അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആവണമെങ്കിലുള്ള കണ്ടീഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ബോൺസ് ഇൻ്റർപ്രിറ്റേഷൻ അനുസരിച്ചിട്ട് സൈ എന്ന് പറയുന്നത് ഒരു ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആണ് അല്ലേ, നമ്മളത് ഓൾറെഡി കണ്ടു കഴിഞ്ഞുള്ള കാര്യമാണ്. അപ്പോൾ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ വിത്ത് ഇൻ ആൻ ഇൻഫിനിറ്റിസിമൽ വോളിയം, അതിനാണ് dx dy dz എന്ന് പറയുന്നത്. അത് എന്തിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും? psi star into dx dy dzനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. ബിക്കോസ് വി നോ ദാറ്റ് psi ഈസ് ആൻ ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷന്റെ ഒരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ psi ഒരു സൊല്യൂഷൻ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് പല പല വാല്യൂസ് സൊല്യൂഷൻസ് ആയിട്ട് കിട്ടും. അതായത് C1 ഇൻറ്റു psi, C2 ഇൻറ്റു psi, C3 ഇൻറ്റു psi, അങ്ങനെ ഏതൊക്കെ കുറേ സൊല്യൂഷനുകൾ നമുക്ക് കിട്ടും. അതിൽ C1 C2 C3 എന്നൊക്കെ പറയുന്നത് എന്താണ്? കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു ഗിവൺ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ ഇൻഫിനിറ്റ് സെറ്റ്സ് ഓഫ് വേവ് ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും സൊല്യൂഷൻസ് ആയിട്ട്. ഈ വേവ് ഫംഗ്ഷൻസ് ഒക്കെ പരസ്പരം ഡിഫർ ചെയ്യുക, ഈ ന്യൂമറിക്കൽ ഫാക്ടേഴ്സിന്റെ ആ ഒരു ഡിഫറൻസ് മാത്രമേ അതിനെ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഏത് പർട്ടിക്കുലർ വേവ് ഫംഗ്ഷൻ ആണ് നമുക്ക് ആവശ്യമെങ്കിൽ അത് നമ്മളൊക്കെ എങ്ങനെ സെലക്ട് ചെയ്യാം? അതായത് psi star dx dy dz എന്ന് പറയുന്ന ആ ഒരു വാല്യൂ, ആ ഒരു പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ, ഓക്കെ, അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ, സോ ഇറ്റ് വിൽ ബി പ്രസന്റ് ഇൻ ദ വോളിയം എലമെന്റ് ഓഫ് ഡയമെൻഷൻ dx dy dz. ഇപ്പൊ നമ്മൾ 3 കോർഡിനേറ്റ് സിസ്റ്റം ആണ് എടുക്കുന്നത്. അപ്പൊ അവിടെ dx dy dz എന്ന് പറയുന്ന 3 വോളിയം എലമെന്റ്സ് അവിടെ വരുന്നുണ്ട്. അവിടെയായിരിക്കും വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ psi, അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ എന്ന് പറയുന്നത് psi star dx dy dz. അത് ഈക്വൽ ആയിരിക്കണം എന്തിനോട്? ദ പ്രോബബിലിറ്റി ദാറ്റ് ദി ഇലക്ട്രോൺ ഈസ് പ്രസന്റ് ഇൻ ദ വോളിയം എലമെന്റ് ഓഫ് ഡയമെൻഷൻ dx dy dz. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ഇക്വേഷനും, അതിപ്പോൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയാലും അതിൽ കുറേ സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. പക്ഷെ എല്ലാ സൊല്യൂഷൻസും ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അത് നമ്മൾ മുൻപേ പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഈ സൊല്യൂഷൻസ് കിട്ടുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജസ്റ്റ് കോൺസ്റ്റൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ള കുറേ ഇൻഫിനിറ്റ് സെറ്റ് ഓഫ് വേവ് ഫംഗ്ഷൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അതിന് ഡിഫറൻസ് എന്ന് പറയുന്നത് ന്യൂമറിക്കൽ ഫാക്ടേഴ്സിലെ C1 അങ്ങനത്തെ കോൺസ്റ്റൻസ് ആയിട്ടുള്ള ആ വ്യത്യാസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായെന്ന് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ വേവ് ഫംഗ്ഷൻ psi star dx dy dz എന്ന് പറയുന്ന ആ ഒരു വാല്യൂ എന്തിനോട് ഈക്വൽ ആയിരിക്കും? പ്രോബബിലിറ്റി ദാറ്റ് ദി ഇലക്ട്രോൺ ഈസ് പ്രസന്റ് ഇൻ ദ വോളിയം എലമെന്റ് ഓഫ് ഡയമെൻഷൻ dx dy dz. ഇനി ഒരു ഇലക്ട്രോൺ ഒരു സ്പേസിൽ എവിടെയെങ്കിലും ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ് പ്രോബബിലിറ്റി ആണുള്ളത്. സോ ദ ഇന്റഗ്രൽ ഓഫ് ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓവർ ദ സ്പേസ്, അതും എന്തിനോട് ഈക്വൽ ആയിരിക്കും? യൂണിറ്റിനോട് ഈക്വൽ ആയിരിക്കും, മീൻസ് 1 ആയിരിക്കും. അതാണ് ഈ നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോൺ സ്പേസിൽ എവിടെയെങ്കിലും ഫൈൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്പേസ് മൊത്തം 3 ഡയമെൻഷനിലാണ് എടുക്കുന്നത്. അപ്പോൾ 3 ഇന്റഗ്രൽസ് ഇട്ടു. psi star dx dy dz എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഒന്നും കൂടിയും ചുരുക്കി എഴുതാം. ഒരു ഇന്റഗ്രൽ, അപ്പോൾ 3 ഡയറക്ഷൻസും ഉണ്ട് അല്ലെ. അപ്പോൾ ഓൾ സ്പേസ് നമുക്ക് ആക്കാം. ഒരു പ്രാവശ്യം ആക്കി ഒരു ഇന്റഗ്രൽ ആക്കിയിട്ട് അടിയിൽ ഓൾ സ്പേസ് ഇട്ടാൽ മതി. psi star ഈ dx dy dz d2 ആണെന്ന് നമ്മൾ മുൻപേ കണ്ടിരുന്നു. സോ ഇന്റഗ്രൽ ഓൾ സ്പേസ് psi star d2 ഈസ് ഈക്വൽ ടു 1, വെയർ d2 ഈസ് ഈക്വൽ ടു dx dy dz. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പോൾ വാട്ട് ഈസ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ ഫോർ എ വേവ് ഫംഗ്ഷൻ? അല്ലെങ്കിൽ വെൻ എ വേവ് ഫംഗ്ഷൻ സെറ്റ് ടു ബി ഇറ്റ് ഈസ് നോർമലൈസ്ഡ് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷൻ അറിയണം, അതുപോലെ ഈ ഇക്വേഷനും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വെയർ d2 ഈസ് ഈക്വൽ ടു dx dy dz. ഇനി ഒരു വേവ് ഫംഗ്ഷൻ ഇപ്പൊ നോർമലൈസ്ഡ് അല്ല എന്ന് കരുതാം. അപ്പൊ നമുക്ക് അതിനെ നോർമലൈസ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. എങ്ങനെ? അതിനെ ഒരു കോൺസ്റ്റന്റ്, അതായത് n എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റിനോട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഈ n എന്ന് പറയുന്ന കോൺസ്റ്റന്റിനെയാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് psi star d2 ആണ്. അപ്പോൾ ഓരോ സൈനും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? n² ഇന്റഗ്രൽ psi star d2 വിൽ ബി ഈക്വൽ ടു 1. അപ്പോൾ ഒരു വേവ് ഫംഗ്ഷൻ ഇപ്പൊ നോർമലൈസ്ഡ് അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ സൈയും ഉണ്ട് psi star ഉണ്ട്. അപ്പൊ രണ്ടിനും n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് n² പുറത്തേക്ക് കിട്ടി. അപ്പൊ അങ്ങനെ നോർമലൈസ്ഡ് അല്ലാത്ത വേവ് ഫംഗ്ഷൻസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നോർമലൈസ്ഡ് ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ
അങ്ങനെ ഒരു വേവ് ഫംഗ്ഷനെ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് അവിടെ ഒരു നോർമലൈസേഷൻ കോൺസ്റ്റന്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന വേവ് ഫംഗ്ഷൻ ആണ് നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ അവിടുന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത് നോർമലൈസേഷനിലുള്ള കണ്ടീഷൻ എന്താണെന്ന് അറിയണം. അതുപോലെ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ ഒരു നോർമലൈസ്ഡ് അല്ലാത്ത ഫംഗ്ഷനെ എങ്ങനെയൊക്കെ ആക്കാൻ സാധിക്കും, അത് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടീഷൻ ഓർത്തോഗണാലിറ്റി. ഇപ്പോൾ ഓർത്തോഗണാലിറ്റിയിൽ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാണ് രണ്ട് വേവ് ഫംഗ്ഷൻ സൈആറും സൈഎസും. അത് രണ്ട് സെപ്പറേറ്റ് ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന് നമുക്ക് കിട്ടുന്ന രണ്ട് സെപ്പറേറ്റ് സൊല്യൂഷൻസ് ആണ് ഈ സൈആറും സൈഎസ് എന്നും പറയുന്നത്. ഇറ്റ് വിൽ കറസ്പോണ്ടിങ് ടു ടു എനർജീസ്, രണ്ട് എനർജീസ് ഇആർ ഇഎസിനോട് കറസ്പോണ്ട് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻസ് ആണ് സൈആറും സൈഎസും. അപ്പൊ അത് ഓർത്തോഗണൽ ആണെങ്കിൽ എന്ത് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക, ഇന്റഗ്രൽ സൈആർ സൈഎസ് d2 will be equal to 0. Then the wave function സൈആർ ആൻഡ് സൈഎസ് will be orthogonal. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പ്ലെയിൻ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ഫോർ വേവ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ let us consider two wave functions IR and SIS. They are two separate solutions of Schrodinger wave equation and they correspond to two values of energy ER and ES. When integral IR SIS d2 is equal to 0, the wave functions IR and SIS are said to be orthogonal and this condition is known as orthogonality condition. Okay, ini ഇപ്പോൾ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ പഠിച്ചു, ഓർത്തോഗണാലിറ്റി എന്ന് പറഞ്ഞ കണ്ടീഷൻ പഠിച്ചു. ഇനി രണ്ടും കൂടി രണ്ടും കൂടി നമ്മൾ ഇക്വേഷനിലാക്കി എഴുതുകയാണ്. ഓർത്തോ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഓർത്തോ നോർമാലിറ്റി? അപ്പോൾ ഇവിടെ അത് നമ്മൾ രണ്ട് വേവ് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യാണ്, സൈആറും സൈഎസും. അപ്പോൾ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്താ, ഓർത്തോ നോർമാലിറ്റി അല്ല, നമ്മൾ മുൻപ് പഠിച്ച ഓർത്തോ ഗണാലിറ്റി അനുസരിച്ച് എന്താണ്, ഇന്റഗ്രൽ സൈആർ സൈഎസ് d2 is equal to 0 ആണ് അല്ലെ. ഇനി ആറ് എസിനോട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് നോർമലൈസേഷൻ കണ്ടീഷൻ കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എന്താ എഴുതാനായിട്ട് സാധിക്കും, നോർമലൈസേഷൻ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇന്റഗ്രൽ സൈആർ സൈഎസ് d2 will be equal to 1 ആണ്. അപ്പൊ നമ്മൾ ഓർത്തോഗണാലിറ്റി കണ്ടീഷനെ നോർമലൈസേഷൻ കണ്ടീഷൻ ആയിട്ട് കമ്പൈൻ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഇന്റഗ്രൽ സൈആർ സൈഎസ് d2 is equal to ക്രോണക്കർ ഡെൽറ്റ ആർ എസ്. ഇതിനെയാണ് നമ്മൾ ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ഡെൽറ്റ ആർ എസിനെയാണ് നമ്മൾ ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയുന്നത്. ഈ ക്രോണക്കർ ഡെൽറ്റയുടെ വാല്യൂ 0 ആയിരിക്കും എപ്പോൾ, വെൻ ആർ ഈസ് നോട്ട് ഈക്വൽ ടു എസ് അല്ലെ. ഇനി ക്രോണക്കർ ഡെൽറ്റയുടെ വാല്യൂ 1 ആയിരിക്കും എപ്പോൾ, വെൻ ആർ ഈസ് ഈക്വൽ ടു എസ്. ഇതാണ് ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ. അപ്പം നമ്മൾ ആദ്യം നോർമലൈസ്ഡ് കണ്ടീഷൻ പഠിച്ചു, പിന്നെ നമ്മൾ ഓർത്തോഗണൽ കണ്ടീഷൻ പഠിച്ചു, പിന്നെ രണ്ടിനും കൂടി കൂട്ടി ഓർത്തോ നോർമാലിറ്റി കണ്ടീഷനാണ് പറയുന്നത്. അപ്പൊ രണ്ട് വേവ് ഫംഗ്ഷൻസ് സൈആറും സൈഎസും. അപ്പോൾ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ആദ്യം എഴുതാം, ഇന്റഗ്രൽ സൈആർ സൈഎസ് d2 is equal to 0. ഓക്കെ, ഇനി നോർമലൈസേഷൻ കണ്ടീഷൻ എപ്പോഴാണ് വരുന്നത്, ആറും എസും ഈക്വൽ ആവുമ്പോൾ. അപ്പൊ എന്താ എഴുതാം, ഇന്റഗ്രൽ സൈആർ സൈഎസ് d2 is equal to 1. ഓക്കെ, അപ്പോൾ ഇനി ഓർത്തോഗണാലിറ്റി കണ്ടീഷനെ നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷനായിട്ട് കമ്പൈൻ ചെയ്യാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും, ഇന്റഗ്രൽ സൈആർ സൈഎസ് d2 is equal to ഡെൽറ്റ ആർ എസ്. ഈ ഡെൽറ്റ ആർ എസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രോണക്കർ ഡെൽറ്റ എന്ന് പറയുന്നത്. ഇതിന്റെ വാല്യൂ 0 ആയിരിക്കും ഇഫ് ആർ ഈസ് നോട്ട് ഈക്വൽ ടു എസ് ആൻഡ് ഇറ്റ്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 1 ഇഫ് ആർ ഈസ് ഈക്വൽ ടു എസ്. അപ്പം ഈ ഒരു എക്സ്പ്രഷൻ ഇല്ലേ, അതായത് ഇന്റഗ്രൽ സൈആർ സൈഎസ് d2 is equal to ഡെൽറ്റ ആർ എസ്, ഈ ഇക്വേഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഇനി ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു 0 ഇഫ് ആർ ഇസ് നോട്ട് ഈക്വൽ ടു എസ് ആൻഡ് ഡെൽറ്റ വിൽ ബി ഈക്വൽ ടു 1 ഇഫ് ആർ ഈസ് ഈക്വൽ ടു എസ് ആൻഡ് ഡെൽറ്റ ഈസ് നോൺ ആസ് ദ ക്രോണക്കർ ഡെൽറ്റ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോൾ 3 കണ്ടീഷൻസ് പഠിച്ചു, നോർമലൈസേഷൻ കണ്ടീഷൻ, ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ ആൻഡ് തേർഡ് വൺ ഈസ് ഓർത്തോ നോർമാലിറ്റി കണ്ടീഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ പോസ്റ്റ്ലേറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് അറ്റോമിക്കും മോളിക്കുലാറും പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ശരിക്കും സിസ്റ്റമാറ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതിൽ കുറച്ച് പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്.
ആ പോസ്റ്റ്ലേറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആറ്റംസിന്റെയും മോളിക്യൂൾസിന്റെയും ഒക്കെ ബിഹേവിയറും ആ സിസ്റ്റം ഒരു സിസ്റ്റം ആയിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസിനെയൊക്കെ ആ സിസ്റ്റത്തിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാനും അതിന്റെ ബിഹേവിയർ ഡിസ്കസ് ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള പോസ്റ്റ്ലേറ്റ്സിനെയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലെ പോസ്റ്റ്ലേറ്റ്സ് എന്ന് പറയുന്നത്. 6 പോസ്റ്റ്ലേറ്റ്സ് ഉണ്ട്. ഇതിൽ പല ഭാഗങ്ങളും നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളാണ്. അതൊക്കെ പോസ്റ്റ്ലേറ്റുകളാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോ പോസ്റ്റ്ലേറ്റ്സും പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ പഠിക്കണം. പോസ്റ്റ്ലേറ്റ്സ് ആണ്, അല്ലാണ്ട് നമ്മുടെ വാചകം അനുസരിച്ച് നമുക്ക് മാറ്റി മാറ്റി എഴുതാനൊന്നും സാധിക്കില്ല. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അത് പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, സാരമില്ല. ഓരോ പോസ്റ്റ്ലേറ്റ് വെച്ചിട്ട് ഓരോ ദിവസം പഠിക്കാം. ആദ്യം അർത്ഥം മനസ്സിലാക്കുക എന്താണ്, പിന്നെ വരികൾ കഴിയുന്നതും അതുപോലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം. എന്നാലാണ് പോസ്റ്റ്ലേറ്റ്സിന് നമുക്ക് ഫുൾ മാർക്സ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ നമ്മുടെ വേർഡ്സിൽ നമുക്ക് ഒരിക്കലും പോസ്റ്റ്ലേറ്റ്സിനെ മാറ്റി എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ ഓരോ പോസ്റ്റ്ലേറ്റ്സും ഓരോ ദിവസം കഴിയുന്നതും മനഃപ്പാഠമായി തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എസ് എ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് ആൻസർ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ഓരോരോ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ടായിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ 6 പോസ്റ്റ്ലേറ്റ്സിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിരിക്കും ചോദിക്കുക, എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ഭാഗമാണ് ഈ പോസ്റ്റ്ലേറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റിൽ ശരിക്കും പറഞ്ഞാൽ ഈ വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സൈഡ് ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് any dynamical physical state of a system is described as completely as possible by a wave function or state function psi, which is a function of all the spatial coordinates and time. അതായത് ഒരു സിസ്റ്റം അതിന്റെ ഒരു ഫിസിക്കൽ സ്റ്റേറ്റ്, ഡൈനാമിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് വിചാരിക്കാം മൊത്തമായിട്ട്. അത് നമുക്ക് വേവ് ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് സാധിക്കും. വേവ് ഫംഗ്ഷൻ കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. വേവ് ഫംഗ്ഷനെ നമുക്ക് സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്നും പറയുന്നുണ്ട്. ഏതാണ്? സൈ എന്ന് പറയുന്നത് എല്ലാ സ്പേഷ്യൽ കോർഡിനേറ്റ്സിന്റെയും അതുപോലെ ടൈമിന്റെയും ഒക്കെ ഒരു ഫംഗ്ഷൻ ആണ്. നോക്കൂ, ഇപ്പൊ നമുക്കറിയാം 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഉണ്ട്, XYZ, അതുപോലെ തന്നെ ടൈമും ഉണ്ട്. അപ്പൊ സൈ എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാം? സൈ ഈക്വൽ ടു സൈ ഇൻറ്റു XYZ T. അതായത് 3 കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിന്റെയും അതുപോലെ ടി എന്ന് പറയുന്നത് എന്താണ്? ടൈമാണ്, അല്ലെ? അപ്പൊ ടൈമിന്റെയും ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ സൈ സ്റ്റാർ ഡീറ്റോ അത് എന്തായിരുന്നു നമ്മുടെ? അതായത് പ്രോബബിലിറ്റി ദാറ്റ് ദ പാർട്ടിക്കിൾ വിൽ ബി ഫൗണ്ട് ഇൻ ദ വോളിയം എലമെന്റ്. അതായത് ടൈം ടിയിലെ പാർട്ടിക്കിള് ഒരു സ്പേസ്, അതായത് dx dy dz ആ 3 ഡയറക്ഷനും കൂടിയുള്ള ഏതെങ്കിലും ഒരു സ്പേസില് കാണാനുള്ള ആ പ്രോബബിലിറ്റിനെയാണ് നമ്മൾ സൈ സ്റ്റാർ ഡീറ്റോ എന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി ആയിട്ടുള്ളതാണ്, അല്ലെ? അപ്പൊ എന്താണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് അനുസരിച്ച് പറയേണ്ടത്? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. ഒരു ദിവസം കൊണ്ടൊന്നും പഠിച്ചു തീരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അപ്പോൾ ഒരു 6 days എടുത്താൽ നമുക്ക് ഈ 6 പോസ്റ്റ്ലേറ്റ്സും ബൈഹാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ 6 പോസ്റ്റ്ലേറ്റും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓക്കെ, കാരണം എന്താ വെച്ചാൽ നമുക്ക് അർത്ഥം മനസ്സിലാക്കി എഴുതാനായിട്ട് ഇവിടെ നമുക്ക് അപ്പോൾ അതിൻ്റെ ആ അന്തസത്ത നമുക്ക് വിട്ടുപോകും. മീൻസ് ചില സ്പെസിഫിക് ടേംസ് ഉണ്ട്. അപ്പോൾ ഇന്ന വേർഡ് കഴിഞ്ഞ് ഇന്നത് ഉപയോഗിച്ചാലേ അതിന് ആ ഫുൾ മീനിങ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വേർഡ്സിൽ എഴുതുമ്പോൾ അത് മിസ്റ്റേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് എഫേർട്ട് എടുത്താലും പോസ്റ്റ്ലേറ്റ്സ് ഒക്കെ അതുപോലെ തന്നെ പഠിക്കാം. എന്താണ് പോസ്റ്റ്ലേറ്റ് 1? Any dynamical physical state of a system is described as completely as possible by a wave function or state function psi, which is a function of all spatial coordinates and time. ഈ ഇക്വേഷൻ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈ എന്ന് പറയുന്നത് നമുക്ക് ഒരു സിസ്റ്റത്തിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ്, ഡൈനാമിക്കൽ ഫിസിക്കൽ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. സൈ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓൾ സ്പേഷ്യൽ കോർഡിനേറ്റ്സ് ആൻഡ് ടൈം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സിമ്പിൾ ഇക്വേഷൻ ആണ്, പക്ഷെ അത് ആ വാചകത്തിലും കൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നെ സൈ സ്റ്റാർ ഡീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ പറഞ്ഞു, അല്ലെ? അതായത് പ്രോബബിലിറ്റി ദാറ്റ് ദ പാർട്ടിക്കിൾ ഈസ് ഫൗണ്ട് ഇൻ ദ സ്മോൾ വോളിയം എലമെന്റ് dx dy dz അറ്റ് ടൈം t. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് എന്താണ്? അതായത് നമുക്ക് ഈ സൈഡ് വാല്യൂ നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഒക്കെ നമ്മൾ ജസ്റ്റ് മുൻപ് കണ്ടിരുന്നു, അല്ലെ? ആ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈ കിട്ടും. ഓക്കെ, അപ്പൊ പോസ്റ്റ്ലേറ്റ് 2 പറയുന്നത് എന്താണ്? ഫോർ എവരി സിസ്റ്റം
The possible wave functions are obtained by solving the time-dependent Schrodinger wave equation. Okay. അതായത് എല്ലാ സിസ്റ്റത്തിനും പോസിബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻസ് സൈ എന്ന് പറഞ്ഞാൽ സൈ എക്സ് വൈ സെഡ് ടി അല്ലെ, കാർട്ടീഷ്യൻ 3 സ്പേസിലും ഉണ്ട്, അതുപോലെ ടീനും ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് നമുക്ക് എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു? ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇപ്പൊ നമ്മുടെ ടൈം ഡിപ്പെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് അല്ലെ, ഇത് നമ്മൾ മുൻപേ കണ്ടിരുന്നു അല്ലെ. ഇനി നമുക്ക് ഈ ഒരു ടേമിനെ മൊത്തമായിട്ട് നമുക്ക് എന്ത് എഴുതാം? എച്ച് ക്യാപ്പ് എന്ന് എഴുതാം. എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ് അല്ലെ. ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കണ്ടിരുന്നു അല്ലെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലെ. സോ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ഈസ് എ യുണീക് ഓപ്പറേറ്റർ ദാറ്റ് റെപ്രസെന്റ്സ് ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ മൊത്തമായിട്ടുള്ള എനർജീനെ കാണിക്കുന്ന ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു യുണീക് ഓപ്പറേറ്റർ ആണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇതാണ് പോസ്റ്റ്ലേറ്റ് 2. സിമ്പിൾ ആണ്, പക്ഷെ അതുപോലെ തന്നെ പഠിക്കണം. അതായത് ഫോർ എവറി സിസ്റ്റം the possible wave function psi x y z t are obtained by solving the time dependent Schrodinger wave equation. Schrodinger wave equation time dependent എഴുതുക. ഇത് ഈ ടേം എന്ന് പറഞ്ഞാൽ എച്ച് ക്യാപ്പ് ആണ് അല്ലെ. എച്ച് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ ആണ്. That is the operator that represents the total energy of the system. Schrodinger time dependent equation ഒന്നും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം വെച്ചാൽ അതൊക്കെ നമ്മൾ ഓൾറെഡി മുമ്പത്തെ ക്ലാസ്സുകളിൽ അതിനെക്കുറിച്ചൊക്കെ പലതും നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്ലേറ്റ് നമ്പർ 3 ആണ്. അതായത് തേർഡ് പോസ്റ്റ്ലേറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സൈ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു ആക്സെപ്റ്റബിൾ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻസ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് പറയുന്നത്. സൈ ആക്സെപ്റ്റബിൾ ഫംഗ്ഷൻ ആവാനുള്ള കണ്ടീഷൻ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്, പക്ഷെ അതിവിടെ ഒരു പോസ്റ്റ്ലേറ്റ് 3 ആയിട്ട് ഇവിടെ പറയാണ് ചെയ്യുന്നത്. അതായത് ഫോർ എ വേവ് ഫംഗ്ഷൻ സൈ എക്സ് വൈ സെഡ് ടി ടു ബി ആക്സെപ്റ്റബിൾ ആസ് എ ഫംഗ്ഷൻ റെപ്രസെന്റിംഗ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം, ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ സൈ അത് ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതെന്തൊക്കെ ആയിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ്, ഇറ്റ് മസ്റ്റ് ബി ഫൈനൈറ്റ് ആൻഡ് സിംഗിൾ വാല്യൂഡ് ആൻഡ് ഓൾസോ മസ്റ്റ് ബി ക്വാഡ്രാറ്റിക്കലി ഇന്റഗ്രബിൾ. ഈ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ മുൻകൂട്ടി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അപ്പോൾ ഒരു സൈ എന്ന് പറയുന്നത് ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ ആവണമെങ്കിൽ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്, ഫൈനൈറ്റ്, സിംഗിൾ വാല്യൂഡ് ആൻഡ് ഓൾസോ ഷുഡ് ബി ക്വാഡ്രാറ്റിക്കലി ഇന്റഗ്രബിൾ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും എന്ത്? വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്കറിയാം അതായത് വേവ് ഫംഗ്ഷൻ നോർമലൈസ്ഡ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഇന്റഗ്രൽ ഓൾ സ്പേസ് സൈ സൈ സ്റ്റാർ ഡീറ്റോ ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് അല്ലെ. ഇത് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ഡീറ്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം എലമെന്റ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡി എക്സ് ഡി വൈ ഡി സെഡ്. ഇതാണ് തേർഡ് പോസ്റ്റ്ലേറ്റ്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ അതുപോലെ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കണം. തേർഡ് പോസ്റ്റ്ലേറ്റിൽ പറയുന്നത് ഒരു വേവ് ഫംഗ്ഷൻ ആക്സെപ്റ്റബിൾ ആവാനുള്ള കണ്ടീഷൻസ് ആണ്. ഓക്കെ, അതുപോലെ നോർമലൈസേഷൻ കണ്ടീഷൻ എന്താണെന്നും കൂടി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർത്ത് പോസ്റ്റ്ലേറ്റ് ആണ്. അതായത് ഫോർത്ത് പോസ്റ്റ്ലേറ്റിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ലീനിയർ ഹെർമീഷ്യൻ ഓപ്പറേറ്ററിന്റെ പ്രസൻസിനെ കുറിച്ചിട്ടാണ് ഫോർത്ത് പോസ്റ്റ്ലേറ്റിൽ പറയുന്നത്. അതായത് ടു എവരി ഒബ്സർവബിൾ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഓരോ ഒബ്സർവബിളിലും there corresponds a linear Hermitian operator in quantum mechanics. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഓരോ ഒബ്സർവബിളിനും ക്വാണ്ടം മെക്കാനിക്സിൽ എന്തുണ്ടാവും? ഒരു ലീനിയർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉണ്ടായിരിക്കും. അതായത് ഒബ്സർവബിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതൊരു എക്സ്പെരിമെന്റലി മെഷർ ചെയ്യുന്ന ഒരു ഡൈനാമിക് വേരിയബിൾ ആണ് അല്ലെ. അപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ ധാരാളം ഡൈനാമിക് വേരിയബിൾസിനെ പണ്ട് ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ്? പൊസിഷൻ, മൊമെന്റം, ആംഗുലാർ മൊമെന്റം, എനർജി ഒക്കെയാണ്. അപ്പൊ ഈ ഡൈനാമിക് വേരിയബിൾസ് ക്ലാസിക്കൽ മെക്കാനിക്സിലുള്ള പൊസിഷൻ, മൊമെന്റം, ആംഗുലർ മൊമെന്റം, എനർജി അത്തരത്തിലുള്ള ഡൈനാമിക് വേരിയബിൾസിനൊക്കെ ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ എക്സ് ഡയറക്ഷനിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ പൊസിഷൻ കാണിക്കാൻ നമ്മൾ എക്സ് എന്ന് ഉപയോഗിക്കും അല്ലെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിലാവുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? എക്സ് ഹാറ്റ് അല്ലെങ്കിൽ എക്സ് ക്യാപ്പ് എന്നായിട്ട് മാറും. അതുപോലെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ കൈനറ്റിക് എനർജി കാണിക്കാൻ ഇ കെ എന്ന് മാത്രമേ കാണിക്കുള്ളൂ. പക്ഷെ ക്വാണ്ടം മെക്കാനിക്സിലാണെങ്കിൽ കൈനറ്റിക് എനർജീനെ കാണിക്കാനായിട്ട് ഇ കെ ഓപ്പറേറ്റർ അല്ലെ, അതിന്റെ വാല്യൂ ആണ് -h²/8π² m × del² എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്?
ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഏതൊക്കെ ഒബ്സർവബിൾ ഉണ്ടോ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടൊരു ലീനിയർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എവിടെ ഉണ്ടായിരിക്കും? ക്വാണ്ടം മെക്കാനിക്സിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലീനിയർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ ഉണ്ടാവും നമ്മൾ പറഞ്ഞു. ലീനിയർ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതൊന്നും കൂടി ജസ്റ്റ് ഇവിടെ ഒന്ന് പറയാം. അതായത് ഈ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷറബിൾ ആയിട്ടുള്ളതൊക്കെ എന്തായിരിക്കും? റിയൽ ആയിരിക്കും അല്ലെ? അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. ഈ ഓപ്പറേറ്റേഴ്സ് ആ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിന്റെ കണ്ടീഷൻ എന്ത് ചെയ്യണം? ഒബേ ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ നമ്മൾ മുൻപേ പഠിച്ചുള്ള കണ്ടീഷനാണ്. എന്താണ്? ഇന്റഗ്രൽ psi1 star a cap psi2 d2 is equal to integral psi2 into a cap psi1 all star into d2 അല്ലെ? അതിലെ ഇത് നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് നമ്മളോട് പഠിച്ചതാണ്. psi1ഉം psi2 എന്ന് പറയുന്നത് എ പെയർ ഓഫ് ഫംഗ്ഷൻസ് ആണ്. അത് സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് നമ്മൾ ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഓപ്പറേറ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ഫിസിക്കലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് അല്ലെ? അപ്പൊ ഓപ്പറേറ്റേഴ്സ് ദാറ്റ് ആർ കറസ്പോണ്ടിങ് ടു ഫിസിക്കലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് ദേ മസ്റ്റ് ബി ഹെർമീഷ്യൻ. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഫിസിക്കലി നമ്മൾ മെഷറബിൾ ആയിട്ടുള്ള ഡൈനാമിക് വേരിയബിൾസ് ഉണ്ടായിരിക്കും. അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിലെ ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഓപ്പറേറ്റേഴ്സ് കറസ്പോണ്ടിങ് ടു ഫിസിക്കലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസിനെയാണ് സാധാരണ അത് ഹെർമീഷ്യൻ ആയിരിക്കും. ഇതൊക്കെയാണ് പോസ്റ്റ്ലേറ്റ് നമ്പർ 4. അപ്പൊ ഇവിടെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒബ്സർവബിൾ ക്വാണ്ടിറ്റീസ് ഉണ്ടോ അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്സിലെ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. പിന്നെ എന്താണ് ഹെർമീഷ്യൻ? പിന്നെ ഇപ്പൊ ക്ലാസിക്കൽ മെക്കാനിക്സിലെ പൊസിഷന് നമ്മൾ എക്സ് ആണെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ എക്സ് ക്യാപ്പ്. ഇപ്പൊ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഇ കെ എന്നാണ് നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിൽ വരുന്നത്. അപ്പൊ അത് ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ ഇ കെ ക്യാപ്പ് അല്ലെ? അതിന്റെ വാല്യൂ -h6²/8π² ഓക്കെ. പിന്നെ എന്താണ് ഹെർമീഷ്യൻ ഓപ്പറേറ്റർ? അതിന്റെ ആ കണ്ടീഷനും കൂടി എഴുതാം. അതാണ് പോസ്റ്റ്ലേറ്റ് നമ്പർ 4. ഇനി പോസ്റ്റ്ലേറ്റ് നമ്പർ 5. പോസ്റ്റ്ലേറ്റ് നമ്പർ 5ൽ നമ്മൾ എന്താണ് ഓപ്പറേറ്റർ, അതുപോലെ ഈഗൺ വാല്യൂ, ഈഗൺ ഫംഗ്ഷൻ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പോസ്റ്റ്ലേറ്റ് 5ൽ പറയുന്നത്. അപ്പൊ പോസ്റ്റ്ലേറ്റ് 5 അനുസരിച്ചിട്ട് ദ ഓൺലി വാല്യൂസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഫ്രം ദ മെഷർമെന്റ് ഓഫ് എൻ ഒബ്സർവബിൾ എ വിൽ ബി ദ ഈഗൺ വാല്യൂസ് സാറ്റിസ്ഫൈങ് ദ ഈഗൺ വാല്യൂ ഇക്വേഷൻ. അപ്പോൾ ഒരു ഒബ്സർവബിൾ ഉണ്ട് എ. അപ്പൊ അതിനെ മെഷർ ചെയ്യുമ്പോൾ റിസൾട്ട് ചെയ്യുന്ന വാല്യൂസ്, അതിനെയാണ് നമ്മൾ ഈഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. അത് ഈ ഇക്വേഷനെ, അതായത് ഈഗൺ വാല്യൂ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, എന്താണ്? ദ ഓൺലി വാല്യൂസ് ദാറ്റ് ക്യാൻ റിസൾട്ട് ഫ്രം ദ മെഷർമെന്റ് ഓഫ് എൻ ഒബ്സർവബിൾ എ. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു ഒബ്സർവബിളിനെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആയിട്ട് കിട്ടുന്ന വാല്യൂസ് will be the eigen values. അതായിരിക്കും eigen values and satisfies the eigen value equation. നമുക്കറിയാം eigen value equation എന്താണ്? a cap into psi i is equal to ai psi i, സ്മോൾ ലെറ്റർ ai ആണ്. ഇതിൽ a cap എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ആണ്, psi i എന്ന് പറയുന്നത് eigen ഫംഗ്ഷൻ ആണ്, a എന്ന് പറയുന്നത് eigen വാല്യൂ ആണ്. ഓക്കെ, a cap എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓപ്പറേറ്റർ കറസ്പോണ്ടിങ് ടു ഫിസിക്കലി ഒബ്സർവബിൾ ക്വാണ്ടിറ്റി a. ഓക്കെ, സോ ഈ പോസ്റ്റ്ലേറ്റ് 4 ശരിക്കും പറഞ്ഞാൽ റിക്വയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്കലി മീനിങ് ഓപ്പറേറ്റേഴ്സ് ടു ബി ഹെർമീഷ്യൻ. ശരിക്കും മീനിങ് ഫുൾ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഒക്കെ എന്തായിരിക്കും? ഹെർമീഷ്യൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും. അതായത് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സിനെ റിയൽ ഈഗൺ വാല്യൂസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ബിക്കോസ് റിയൽ നമ്പേഴ്സ് ക്യാൻ റെപ്രസെന്റ് ഫിസിക്കൽ മെഷർമെന്റ്സ്. ഇപ്പൊ ഫിസിക്കൽ മെഷർമെന്റ്സ് ഒക്കെ ശരിക്കും എക്സ്പ്രസ് ചെയ്യാനായിട്ട് കോംപ്ലക്സിന് പറ്റുമോ? ഇല്ല. റിയൽ വാല്യൂസിനെ പറ്റും, റിയൽ നമ്പേഴ്സിനെ പറ്റുള്ളൂ ഫിസിക്കൽ മെഷർമെന്റ്സ് എക്സ്പ്രസ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ഹെർമീഷ്യൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ സാധാരണ റിയൽ ഈഗൺ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി അതുപോലെ നമുക്ക് ഷോഡിഞ്ചറിന്റെ ടൈം ഇൻഡിപെൻഡന്റ് ഷോഡിഞ്ചർ ഇക്വേഷന്റെ നമ്മൾ വേറൊരു ഫോമും നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? എച്ച് ക്യാപ്പ് ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു ഇ സൈ എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഇവിടെ ഈ എ ക്യാപ്പ് ഇൻറ്റു സൈ ഐ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? അതായത് എ ക്യാപ്പ് ഇൻറ്റു സൈ ഐ എന്ന് പറയുന്നത് സൈ ഐ മൾട്ടിപ്ലൈഡ് ബൈ എ റിയൽ കോൺസ്റ്റന്റ് എ ഐ. സിൻസ് എ ക്യാപ്പ് ഇൻറ്റു സൈ ഐ ഇസ് ഈക്വൽ ടു സ്മോൾ എ ഐ സൈ ഐ അല്ലെ? അപ്പൊ എ ക്യാപ്പ് ഇൻറ്റു സൈ ഐ എന്ന് പറയുന്നത് സൈ ഐ മൾട്ടിപ്ലൈഡ് ബൈ എ റിയൽ കോൺസ്റ്റന്റ് എ ഐ ആണ്. ഓക്കെ, ഈ കോൺസ്റ്റന്റ് എ ഐ എന്ന് പറയുന്നത് അതിനെ ഈഗൺ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് എ ഐനെ ഈഗൺ വാല്യൂ എന്ന് പറയുന്നത്. And represents the value of the physical quantity A measured in a system represented by psi. അപ്പോൾ ഇതിലെ AI എന്ന് പറയുന്നതാണ് ഈഗൺ വാല്യൂ.
ഓക്കെ, അപ്പൊ എ ക്യാപ് ഇൻറ്റു സൈ ഐ എന്ന് പറയുമ്പോൾ നമുക്ക് എ ഐ ഇൻറ്റു സൈ ഐ എന്ന് കിട്ടണോ. ഈ എ ഐ എന്ന് പറയുന്നത് ഒരു റിയൽ കോൺസ്റ്റന്റ് ആണ്, അതിനെയാണ് നമ്മൾ ഈഗൺ വാല്യൂ എന്ന് പറയുന്നത്. സൈ ഐ എന്ന് പറയുന്നത് ഈഗൺ ഫംഗ്ഷനും. അപ്പോൾ നമുക്കറിയാം ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, അതിന്റെ ഈഗൺ വാല്യൂ ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത് അല്ലെ. ഇത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ഈഗൺ വാല്യൂ ഇക്വേഷൻ ഓഫ് ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എച്ച് ക്യാപ് ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. അപ്പോൾ ഇതിലെ ഈ എനർജീസ് മെഷർ ചെയ്യുമ്പോൾ ഒരു സിസ്റ്റത്തിന്റെ തന്നെ ഡിഫറെന്റ് സ്റ്റേറ്റ്സിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈഗൺ വാല്യൂസ് ഫ്രം ദ സൊല്യൂഷൻ ഓഫ് ദ എബവ് ഇക്വേഷൻ വിൽ ബി ഒബ്സർവ്. ഈ ഇക്വേഷന്റെ ആ സൊല്യൂഷൻസ് അതിൽ നിന്ന് വരുന്ന ഈഗൺ വാല്യൂസ് ആയിരിക്കും നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഈഗൺ ഇക്വേഷൻ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എച്ച് ക്യാപ് ഇൻറ്റു സൈ ഈസ് ഈക്വൽ ടു ഇ സൈ. അപ്പൊ ഇവിടെ ഇ എന്ന് പറയുന്നത് എന്താണ്? എനർജീസ് ആണ്, അതായത് സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് സ്റ്റേറ്റിന്റെ എനർജീസ് ആണ്. അപ്പോൾ സോ ഇൻ ദ മെഷർമെന്റ് ഓഫ് ദ എനർജീസ് ഓഫ് ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഓഫ് ദ സിസ്റ്റം ഓൺലി ഈഗൺ വാല്യൂസ് അറൈസിംഗ് ഫ്രം ദ സൊല്യൂഷൻസ് ഓഫ് ദി എബവ് ഇക്വേഷൻ വിൽ ബി ഒബ്സർവ്. ഈ ഇക്വേഷന്റെ സൊല്യൂഷൻസ് ആയിട്ട് വരുന്ന ഈഗൺ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ അതാണ് പോസ്റ്റ്ലേറ്റിൽ 5 പറയുന്നത്. അതായത് ഓപ്പറേറ്റർ എന്താണ്, അതുപോലെ ഈഗൺ വാല്യൂ എന്താണ്, ഈഗൺ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ കറസ്പോണ്ടിങ് ഈഗൺ വാല്യൂ ഇക്വേഷൻ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ അതിനെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഇനി ലാസ്റ്റ് പോസ്റ്റ്ലേറ്റ് ആണ്. പോസ്റ്റ്ലേറ്റ് അപ്പൊ ഇത് പറയുമ്പോൾ നോക്കൂ, ഈ ഒരു ഇങ്ങനെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്, അത് മാത്രമാണ് അതുപോലെ തന്നെ എഴുതേണ്ടതുള്ളൂ. ഓക്കെ, അല്ലാതെ തന്നെ എക്സ്പ്ലനേഷനുകളൊന്നും അതുപോലെ തന്നെ എഴുതണമെന്നില്ല. അതുപോലെ പോസ്റ്റ്ലേറ്റ് നമ്പർ 4 നോക്കൂ, ഇവിടെ ഇറ്റാലിക്സിൽ വേർഡ് കൊടുത്തിട്ടുണ്ട്, അതാണ് അതുപോലെ തന്നെ എഴുതേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. ഓക്കെ, അപ്പൊ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളതാണ് പോസ്റ്റ്ലേറ്റ്സ്, അത് അതേപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കണം. അതിന്റെ അടിയിലുള്ള എക്സ്പ്ലനേഷൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ തന്നെ എഴുതാം. അല്ലാതെ അതൊന്നും അങ്ങനെ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇറ്റാലിക്സിൽ ഇങ്ങനെ ചെരിഞ്ഞ് എഴുതിയിട്ടില്ലേ, അങ്ങനെ കൊടുത്തിരിക്കുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ആവുമ്പോൾ ഇതൊട്ടിട്ട് ഇതുവരെയാണ് അതുപോലെ തന്നെ പഠിക്കേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. ഇനി പോസ്റ്റ്ലേറ്റ് 4 ഇതൊട്ടിട്ട് ഇതുവരെയാണ് അതുപോലെ തന്നെ പഠിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. അതുപോലെ പോസ്റ്റ്ലേറ്റ് 3 ഇവിടെ വരുന്നുണ്ട്, ഇതാണ് അതുപോലെ തന്നെ എഴുതേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ വേർഡ്സിൽ. പിന്നെ പോസ്റ്റ്ലേറ്റ് 2 1 ഇതുപോലെ തന്നെ ഇറ്റാലിക്സിൽ ഏതൊക്കെയാണോ കൊടുത്തിരിക്കുന്നത് പോസ്റ്റ്ലേറ്റ് 2 ഇത്ര ആണ് ഉള്ളത്. ബാക്കി എന്താണ് എച്ച് ക്യാപ്പ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. അതുപോലെ പോസ്റ്റ്ലേറ്റ് 1 ഇതൊട്ടിട്ട് ഇതുവരെ അതുപോലെ തന്നെ എഴുതണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. അപ്പോൾ ഇനി ലാസ്റ്റ് വരുന്നത് നമ്മുടെ പോസ്റ്റ്ലേറ്റ് 6 ആണ്. അപ്പോൾ പോസ്റ്റ്ലേറ്റ് 6 ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂവിനെ കുറിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ആവറേജ് വാല്യൂ ഓർ എക്സ്പെക്ടേഷൻ വാല്യൂ അതിനെയാണ് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഓഫ് എനി ഒബ്സർവബിൾ വിച്ച് കറസ്പോണ്ട്സ് ടു എൻ ഓപ്പറേറ്റർ എ ക്യാപ് വെൻ എ ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് ആർ ഇൻവോൾവ് ഈസ് ഗിവൺ ബൈ. അപ്പോൾ എ എന്ന് പറയുന്ന എ ക്യാപ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ അതിന്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ ദ ആവറേജ് വാല്യൂ ഓർ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനി ഒബ്സർവബിൾ വിച്ച് കറസ്പോണ്ട്സ് ടു ആൻ ഓപ്പറേറ്റർ എ ക്യാപ് വെൻ എ ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് ആർ ഇൻവോൾവ്. കുറെ മെഷർമെന്റ്സ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എ ക്യാപ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററിന്റെ കിട്ടുന്ന ഇത് ഒബ്സർവബിളിന്റെ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ. അപ്പോൾ ആവറേജ് വാല്യൂ അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓൾ സ്പേസ് സൈ സ്റ്റാർ എ ക്യാപ് സൈ ഡീറ്റോ ഡിവൈഡഡ് ബൈ ബ്രാക്കറ്റ് ഇടുക ഇന്റഗ്രൽ ഓൾ സ്പേസ് സൈ സ്റ്റാർ സൈ ഡീറ്റോ. അല്ലെങ്കിൽ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് സിംപ്ലി എങ്ങനെ എഴുതാം? ഈ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിട്ട് പോകും അല്ലെ, ഈ ഡിവൈഡഡ് ബൈ എന്നുള്ള ആ വാല്യൂ മൊത്തം 1 ആയിട്ട് പോകും. അപ്പോൾ ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ആവറേജ് വാല്യൂ ഓഫ് എ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ സൈ സ്റ്റാർ എ ക്യാപ് സൈ ഇൻറ്റു ഡീറ്റോ എന്നാണ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈസ് ദ വാല്യൂ ദാറ്റ് വി ഷുഡ് മെഷർ. നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ് എപ്പോൾ? ഇഫ് വി പെർഫോം ആൻ എക്സ്പെരിമെന്റ്. നമ്മളൊരു എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവിനെയാണ് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അത് ക്വാണ്ടം മെക്കാനിക്സിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മൾ മെഷർ ചെയ്യുന്ന വാല്യൂവിനെയാണ് നമ്മൾ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലെ അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ പോസ്റ്റ്ലേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ഇതോട്ടിട്ട് ഇതുവരെ അതുപോലെ തന്നെ എഴുതണം.
ഓക്കെ, കാരണം വെച്ചാൽ അതൊക്കെ അതിനെ കുറിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇവിടെ എന്താണ് എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സ്പെരിമെന്റ് പെർഫോം ചെയ്യുമ്പോൾ മെഷർ ചെയ്യുന്ന വാല്യൂ ആണ്. ക്വാണ്ടം മെക്കാനിക്സിൽ അത് പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ എബോവ് എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. ഇതാണ് 6th പോസ്റ്റ്ലേറ്റ്. എന്താണ്? ദ ആവറേജ് വാല്യൂ ഓർ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എനി ഒബ്സർവബിൾ വിച്ച് കറസ്പോണ്ട്സ് ടു ആൻ ഓപ്പറേറ്റർ എ ക്യാപ് വെൻ എ ലാർജ് നമ്പർ ഓഫ് മെഷർമെന്റ്സ് ആർ ഇൻവോൾവ് ഈസ് ഗിവൺ ബൈ average value of A is equal to integral all space psi star A cap psi d tau divided by bracket integral all space psi star psi d tau. And for a normalized wave function, since this quantity is unity, we can rewrite it as integral all space psi star A cap psi d tau. ഓക്കെ, ഇനി എന്താണ് എക്സ്പെക്ടേഷൻ വാല്യൂ അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എന്നുള്ളത് കൂടി അവിടെ എഴുതുക. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ 6 പോസ്റ്റ്ലേറ്റ്സ്. അപ്പം ഞാൻ പറഞ്ഞു ഇതിലെ ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുള്ളത് മാത്രമാണ് നിങ്ങൾ അതുപോലെ തന്നെ പഠിച്ചെഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോസ്റ്റ്ലേറ്റിൽ ഇതൊട്ടിട്ട് ഇതുവരെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ പോസ്റ്റ്ലേറ്റിൽ ഇതൊട്ട് ഇതുവരെ അതുപോലെ തന്നെ എഴുതണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ പോസ്റ്റ്ലേറ്റ് 2 ഇത് മുതൽ ഇതുവരെ അതുപോലെ തന്നെ എഴുതണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. ദെൻ പോസ്റ്റ്ലേറ്റ് 3 ഇതൊട്ട് ഇതുവരെ അതുപോലെ തന്നെ എഴുതിയിരിക്കണം. ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. ദെൻ പോസ്റ്റ്ലേറ്റ് 4 ഈ ഒരു വരെയാണ് കൃത്യമായിട്ട് അതുപോലെ പഠിക്കേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം. അതുപോലെ പോസ്റ്റ്ലേറ്റ് 5 ഇതൊട്ട് ഇതുവരെയാണ് അതുപോലെ തന്നെ എഴുതേണ്ടത്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ വേർഡ്സിൽ എഴുതാം. ദെൻ പോസ്റ്റ്ലേറ്റ് 6 ഇതൊട്ട് ഇതുവരെയും അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേർഡ്സിൽ പോസ്റ്റ്ലേറ്റ്സും കൂടി എഴുതി കഴിഞ്ഞാൽ അതിൽ ഫുൾ അതിൻ്റെ അർത്ഥം വന്നു എന്ന് വരില്ല. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കുറയാം എക്സാമിന് എഴുതുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇറ്റാലിക്സിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് മാത്രം പഠിച്ചാൽ മതി. എല്ലാം കൂടി ഒരു ദിവസം പഠിക്കരുത്. നമുക്ക് ഇഷ്ടംപോലെ സമയമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ ഓരോ ദിവസം ഓരോ പോസ്റ്റ്ലേറ്റ്സ് വെച്ചിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വായിച്ചു നോക്കിയിട്ട് ക്ലാസ് കേട്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ.